സർക്കാരുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ പ്രതിപക്ഷത്തിന് ഉന്നയിക്കാവുന്ന നല്ല വിഷയങ്ങൾ, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ സർക്കാരിനെതിരായ ഒരുപാട് വിഷയങ്ങളുള്ള സമയമാണ്. അത് എത്രത്തോളം അവർ ഉപയോഗപ്പെടുത്തുന്നെന്ന് ചോദ്യമുണ്ട്. 2021 വലിയ ആത്മവിശ്വാസമായിരുന്നു. 85 സീറ്റെങ്കിലും ലഭിക്കുമെന്നുള്ള ആത്മവിശ്വാസം അവർ പ്രകടിപ്പിച്ചിരുന്നു. അതിനുശേഷം ആ തെരഞ്ഞെടുപ്പിൽ വന്ന വിധി എന്താണെന്ന് നമുക്കറിയാം. അതിന് 2016 ലഭിച്ചതിനേക്കാൾ 6 സീറ്റല്ലേ കുറഞ്ഞത്. അപ്പോൾ അതാണ് അവരുടെ അനുഭവം. ലീഗിനെ സംബന്ധിച്ചാലും പല മണ്ഡലങ്ങളിലും ലീഗ് ഉയർത്തിയിട്ടുണ്ടായിരുന്നു തെരഞ്ഞെടുപ്പിൽ. അത് കുറ്റ്യാടി, കൊടുവള്ളി ആയാലും തിരൂരങ്ങാടി ആയാലും. പിന്നീട് തിരുവമ്പാടിയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ തിരുവമ്പാടി ലീഗ് വാശി പിടിച്ച് നേടിയ സീറ്റാണ്. പക്ഷേ അവിടെ LDF വിജയിക്കുകയും ചെയ്തു. അപ്പോൾ അത്തരം സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ 15-21 എന്നതിൽ നിന്നും എങ്ങനെയാണ് ഒരു ജയിക്കാനാകുന്ന കണക്കിലേക്ക് അപ്പോൾ അത്തരം വാശികളിലേക്ക്, സീറ്റുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് അങ്ങനെ വേണം ഇങ്ങനെ വേണമെന്ന വാശികളിലേക്ക് പൊതുവെ UDF-നകത്ത് പാർട്ടികൾ വരുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഐക്യത്തോടെ മുന്നോട്ട് പോകാനുള്ള തന്ത്രങ്ങൾ, അല്ലെങ്കിൽ ഇനി മൂന്നാം തുടർ ഭരണത്തിലേക്ക് വരാതിരിക്കാനുള്ള തന്ത്രങ്ങളിലേക്കാകും ഉറപ്പായിട്ടും പോവുക എന്നുള്ളതാണ്. അത് അനൈക്യത്തിൻ്റെ എന്തെങ്കിലും ഒരു സൂചനകൾ ഉണ്ടായാൽ അത് അപ്പുറത്ത് ഒരു നേട്ടമാകുമെന്നുള്ളതാണ്. കാരണം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സാധാരണഗതിയിൽ ഇത്രയൊക്കെ ഭരണം ഇത്ര കാലം വരുമ്പോൾ അതിൻ്റെ ഒരു ഉദാസീനത, ഒരു ആലസ്യമുണ്ടാകും. ഭരണത്തിലല്ല യഥാർത്ഥത്തിൽ ആലസ്യം കാണുന്നത്, പ്രതിപക്ഷത്തിലാണ് ആലസ്യം കാണുന്നത്.